നമസ്കാരം. ബർമുഡ ട്രയാങ്കിൾ പോലെ മറ്റൊരു ട്രയാങ്കിളിന്റെ ഇരയായിരുന്നു ഇന്ത്യ. ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ്. സെലിംഗ് മിലിറ്ററി ആരംഭിക്കുന്നു. ട്രയാങ്കിളിന്റെ കഥ പറയാൻ ഓർമ്മിപ്പിച്ചത് സീഷെൽസിലെ സിനേഷാണ്. സിനേഷ് ഒരു 3-4 കണ്ടെയ്നറുകൾ വീഡിയോ എടുത്താണ് എൻ്റെ നമ്പേഴ്സൊക്കെ എടുത്ത് അയച്ചത്. സീഷെൽസ് അറിയാമല്ലോ, നമ്മുടെ മഡഗാസ്കറിനടുത്തുള്ള ഒരു കുഞ്ഞു ദ്വീപ്. ആ ട്രാക്കിംഗ് ആണ് വാസ്തവത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പല ക്ലാസ്സുകൾ പടം വരച്ച് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന അടി, നമ്മുടെ ഈ ബർമുഡ ട്രയാങ്കിൾ ഇതാണ് എന്ന് പറഞ്ഞ് നിരവധി ക്ലാസ്സുകൾ എടുത്തത് ഓർമ്മയുണ്ട്. കേട്ടിട്ടുള്ള ആർക്കെങ്കിലും അതിപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. നമ്മുടെ ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു കപ്പൽ നമ്മുടെ റെഡ് സീ കഴിഞ്ഞ്, ചെങ്കടൽ കഴിഞ്ഞ് ബാബേൽ മണ്ഡം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നാവികർക്കറിയാം, ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞ് ഇന്ത്യക്ക് വരേണ്ട കണ്ടെയ്നറുകളെല്ലാം ദുബായിൽ പോകും, ജബലലിയിൽ പോകും. അവിടെ അൺലോഡ് ചെയ്തിട്ട് പിന്നെ ഫീഡർ വെസലുകളിൽ അവിടെ നിന്ന് മുംബൈ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊച്ചി, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെന്നൈ, അങ്ങനെ ഒരു വര. അപ്പൊ നമ്മുടെ യൂറോപ്പിൽ നിന്ന് വരുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ് ദുബായിലോട്ട് പോകുമ്പോൾ ഒരു വര നമുക്ക് അവിടെ ലഭിക്കുന്നു. അവിടെ നിന്ന് മുംബൈയിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ വര ലഭിക്കുന്നു. ഇങ്ങനെയാണ് നിലവിലുള്ള സ്റ്റാറ്റസ്കോ തിയറി. ഇതാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് നേരെ TRVയിലോട്ട് വരുന്നു, മൂന്നാമത്തെ വര. അപ്പോൾ ട്രയാങ്കിൾ പൂർത്തിയായി. അപ്പൊ മൂന്നാമത്തെ വര ഇല്ലാത്തത് കൊണ്ട് കോടികളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കപ്പൽ കൂലി ഇനത്തിലും കടത്തുകൂലി ഇനത്തിലും വൈകുന്ന ദിവസങ്ങളുടെ ഇനത്തിലും ഭീമമായ നഷ്ടമാണ്. ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിലുമൊക്കെയുള്ള വലിയ നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരുപാട് ക്ലാസ്സുകളിൽ ഈ പടം വരച്ച് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൃത്യം ഈ ബാബേൽ മണ്ഡപം മുതൽ ജബലലി പോർട്ട് വരെയുള്ള ദൂരം, ജബലലി പോർട്ടിൽ നിന്ന് JNPTയിലുള്ള ദൂരം, അങ്ങനെ പോകാതെ ബാബേൽ മണ്ഡപം നിന്ന് നേരെ TRVയിൽ വരികയാണെങ്കിലുള്ള ദൂരം, ഇങ്ങനെ പടം വരച്ച് കൃത്യമായി പഠിപ്പിച്ച പല ക്ലാസ്സുകളും എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. സിനേഷിന്റെ ഈ സീഷെൽസ് കണ്ടെയ്നർ കിട്ടിയപ്പോൾ 4 കണ്ടെയ്നറുകളാണ് അദ്ദേഹം അയച്ചത്. 4ഉം ഒരു കപ്പൽ കമ്പനിയാണ്. കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. ഇവിടെയും ദിവസങ്ങളുടെയും മാസങ്ങളുടെയൊക്കെ വൈകലുണ്ട്. പക്ഷേ ഈ ട്രാക്കിങ്ങിൽ വൈകലല്ല പ്രധാന വിഷയം, അതല്ല. സീഷെൽസ് എന്ന് പറയുന്ന ആ കുഞ്ഞു ദ്വീപിൽ നിന്ന് ഈ 4 കണ്ടെയ്നറുകൾ ഇനിയും ഉണ്ടാവും. നമ്മൾ കണ്ടല്ലോ, സ്ക്രാപ്പാണ്. ഇത് നേരെ പോകുന്നത് 2093 നോട്ടിക്കൽ മൈലാണ്. നേരെ പോകുന്നു മിഡിൽ ഈസ്റ്റ്. 2093 നോട്ടിക്കൽ മൈൽ. അവിടെ ദിവസം ഒക്കെ ഉണ്ട്. ആ ദിവസങ്ങളുടെ വൈകലല്ല, അത് വിടുന്നു. അവിടെ നിന്ന് 1193 നോട്ടിക്കൽ മൈൽ മുംബൈയിലോട്ട്, JNPTയിലോട്ട്. ഇപ്പൊ ട്രയാങ്കിളിന്റെ 2 വര കിട്ടിയല്ലോ. യൂറോപ്പിൽ വരുന്നതിന് പകരം ഇപ്പോൾ വരുന്നത് സീഷെൽസ് എന്നാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. സീഷെൽസ് എന്ന് ഒരു വര മിഡിൽ ഈസ്റ്റിലോട്ട്, അവിടെ നിന്ന് ഒരു വര മുംബൈയിലോട്ട്. അപ്പൊ ട്രയാങ്കിളിന്റെ 2 വര കിട്ടി. വേണ്ടി വരുന്നത് 3286 നോട്ടിക്കൽ മൈലാണ്. 3286 നോട്ടിക്കൽ മൈൽ. അതേ സമയത്ത് നമ്മുടെ ഈ സീഷെൽസിന്റെ വാതിക്കൽ കൂടിയാണ് TRVയിലോട്ടുള്ള കപ്പലൊക്കെ വരുന്നത്. അതേ സമയത്ത് TRV നേരിട്ട് വരികയാണെങ്കിൽ സീഷെൽസ് TRV ദൂരം 1467 നോട്ടിക്കൽ മൈൽ. അപ്പൊ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതും നേരെ വരുന്നതും വീണ്ടും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണല്ലോ. വ്യത്യാസം കുറവ് 1819. സീഷെൽസ് TRVയേക്കാൾ ദൂരം കൂടുതലാണ് സീഷെൽസ് മിഡിൽ ഈസ്റ്റ് JNPT. അപ്പോ ഈ കണ്ടെയ്നറുകൾ നമ്മുടെ ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന സ്ക്രാപ്പ് TRVയിൽ വരികയും
TRVയിൽ നിന്ന് നേരെ ട്രെയിനിൽ പോവുകയും ചെയ്യും. ട്രെയിനിൽ പോകുമെന്ന് പറയാൻ കാരണം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? JNPTയിൽ ഇറങ്ങുന്ന കണ്ടെയ്നർ അവിടെ നിന്ന് ട്രെയിനാണ്. ട്രെയിനിൽ കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പൽ കമ്പനി. എങ്ങോട്ടാണ്, ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന് 5-10 ദിവസം കഴിയുമ്പോൾ ആ ഡെസ്റ്റിനേഷനും കൂടി അവർ പറയും. അങ്ങനെ ട്രെയിനിൽ പോകുന്നതാണെങ്കിൽ മാസക്കണക്കാണ് ഇവിടത്തെ വൈകൽ. അത് പോട്ടെ, ദൂരം 1819 നോട്ടിക്കൽ മൈൽ സേവ് ചെയ്തുകൊണ്ട് സീഷെൽസ് TRV അവിടെ നിന്ന് തുരങ്കപാത യാഥാർത്ഥ്യമാക്കിയാൽ ട്രെയിനിൽ കയറ്റിവിടാൻ പറ്റുന്ന പരുവത്തിൽ ഈ കണ്ടെയ്നർ നമുക്ക് കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഗേറ്റ് തുറക്കാത്തതും തുരങ്കപാത പൂർത്തിയാക്കാത്തതിന്റെയും പിന്നിൽ ഈ ബർമുഡ ട്രയാങ്കിൾ തുടരണം എന്ന ആവശ്യമുള്ളവരാണ് നാടുകൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നത്. ചിലരുടെ ആഹ്ലാദ പൂത്തിരികൾ ഓർമ്മയുണ്ട്. ജെയ്റ്റ് സർവീസ് നിർത്തുന്നു, ഐറിന കപ്പൽ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ നാളുകളിൽ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയാമോ ചിലർക്ക്. വാസ്തവത്തിൽ നമ്മുടെ നാട് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില കുബുദ്ധികളുള്ള ഒരു നാടാണ് കേരളം. ചിലത് അവരുടെ താല്പര്യം എന്താണ്? ഈ നാട് ഇങ്ങനെ കിടന്നാൽ മതി, ഒരു തരത്തിലും പുരോഗതി വരരുത് എന്ന് പറയുന്നവർ എല്ലാ ദിവസവും രാവിലെ സെയിലിംഗ് കമന്ററിയിൽ കയറി വന്നിരുന്ന് വിമർശിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ കുറെ ആളുകൾ സന്തോഷിക്കുകയായിരുന്നു. ജെയ്റ്റ് സർവീസ് നടത്തുന്നു, MSC ഐറിന പോലുള്ള കപ്പലുകൾ ഇനി വരില്ല. ഇതേ പടയായിട്ട് വരുന്നുണ്ട്, പട പോലെ വരുന്നുണ്ട്. ജെയ്റ്റ് സർവീസ് ഒന്ന് മാറി MSC ഐറിന തന്നെ ആഫ്രിക്കൻ സർവീസ് എന്നുള്ള പേരിലാണ് വരുന്നത്. സെപ്റ്റംബർ 25-ാം തീയതിയാണ് ഐറിന വീണ്ടും വരുന്നത്. ഐറിന മാത്രമല്ല, 24,116 നിക്കോളോ മേസ്ത്രോ, 23,656 എല്ലാം TU ആണ്. അപ്പോളിനെ, ഇതെല്ലാം ഇവിടെ വന്ന് റെക്കോർഡിട്ടതാണ്. എങ്കിലും അത്തരം കപ്പലുകൾ വീണ്ടും വരുന്നു. 399.77 മീറ്റർ നീളം. MSC മായ 395. ജെയ്ഡ്, സാക്ഷാൽ ജെയ്ഡ് എന്ന് പറഞ്ഞ വെസൽ വരുന്നുണ്ട് 398 മീറ്റർ. ഓസ്കാർ 395. അങ്ങനെ ഒരു നിര ഈ പറയുന്ന വമ്പത്തികൾ വീണ്ടും TRVയിലോട്ട് വരുമ്പോൾ ആഹ്ലാദിച്ചവർ ഇനിയും നിങ്ങൾ ആഹ്ലാദിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വിഷമമില്ല. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ടും നിങ്ങൾ TRVയെ തകർക്കാൻ തറ്റുടുത്തിറങ്ങിയവരാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കേട്ട് പേടിക്കുന്നവരല്ല. ഇപ്പോ ഐറിനയുടെ സർവീസ് ചൈനയിൽ നിന്ന് തുടങ്ങി സിംഗപ്പൂർ വഴി ടെമ എന്ന് പറയുന്ന ആഫ്രിക്കൻ പോർട്ടിൽ അവസാനിച്ചിട്ട് തിരിച്ചു വരികയാണ്. കാരണം ഒരു പഠനം വന്നത് 5.6% തോന്നുന്നു അമേരിക്കയുടെ കണ്ടെയ്നർ വ്യാപാരത്തിൽ കുറവ് വരുന്നു. അതുകൊണ്ടായിരിക്കാം ചൈനയിൽ നിന്ന് ഇനി യൂറോപ്പിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യണ്ട എന്ന് കരുതി വലിയ കപ്പലുകൾ ആഫ്രിക്കൻ മേഖലയിലോട്ട് വിടുന്നത്. മാത്രമല്ല, ആഫ്രിക്കയിലും മാർക്കറ്റ് ഇന്ത്യ പോലെ തന്നെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ആഫ്രിക്കയിൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകമുണ്ടാകണം. അറുപത്തിയഞ്ച് ദിവസമായിട്ട് എത്താത്ത ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സെയിലിംഗ് കമ്പനിയുടെ ഒരു സുഹൃത്ത് ഷാ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വൈ നൺ ഓഫ് ദ കണ്ടെയ്നേഴ്സ് വി ട്രാക്ട് ആർ ബീയിങ് ട്രാൻസ്ഷിപ്ഡ് വയ വിഴിഞ്ഞം? വൈ ഇസ് ഇറ്റ് ഓൾവേസ് കൊളംബോ സ്റ്റിൽ? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ ആകെ ഒരു ഓപ്പറേറ്ററാണ്, പ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. കൊളംബോയിൽ ലോകത്തുള്ള മിക്കവാറും എല്ലാ കമ്പനികളുമുണ്ട്. CMA CGM-ഉം ഹപാക് ലോയിഡും എവർഗ്രീനും കോസ്കോയും സകല കമ്പനികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോഴും പൊക്കൽക്കോടി ബന്ധം നിലനിർത്തുന്ന പോർട്ടുകളുണ്ടല്ലോ, അവരെല്ലാവരും ഇപ്പോഴും കൊണ്ട് കാഴ്ചവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലെ കണ്ടെയ്നറുകൾ അവർ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനിടയ്ക്ക് അക്ഷയ് ഒരു കണ്ടെയ്നർ അയച്ചു തന്നിരുന്നല്ലോ നമുക്ക്. അക്ഷയ് തന്നെ ആ കണ്ടെയ്നർ ട്രാക്ക് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് TRVയിൽ നിന്നൊരു ട്രാൻസ്ഷിപ്മെന്റ് പോകുന്നു. TRVയിൽ വരുന്നത് 27/8, ഈ മാസം 27-ാം തീയതി കണ്ടെയ്നർ എത്തുന്നു. കൃത്യം ഒരു മാസത്തിനുള്ളിൽ, ഇതാണ് നമ്മൾ പറയുന്നത് വ്യത്യാസം, കൃത്യം ഒരു മാസത്തിനുള്ളിൽ 27/9/25 ജിയോയോ ടൗറോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൽ എത്തിക്കുന്നു. അവിടെ നിന്നുള്ള ഡെസ്റ്റിനേഷൻ ട്രിസ്റ്റ എന്ന് പറയുന്നത്, ട്രിസ്റ്റേ എന്നായിരിക്കും. ട്രിസ്റ്റേ
കേവലം 3 ദിവസത്തിനുള്ളിൽ ട്രിസ്റ്റയിലും എത്തുന്നു. അപ്പോ 33 ദിവസത്തിനുള്ളിൽ TRVയിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് 60 ദിവസവും 70 ദിവസവും എടുത്ത് ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കപ്പൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലുകാരുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ഷിപ്മെന്റ് TRV വഴി ഡേറ്റ് തെളിയിച്ചുകൊണ്ട് നടത്തുന്നു 33ാമത്തെ ദിവസം. അതിലും കുറഞ്ഞ ഇതിപ്പോ ഇറ്റലിയിൽ നിന്ന് വീണ്ടും ഒരു ഉള്ളിലോട്ടുള്ള ഒരു പോർട്ടുമാകുന്നതിനാണ് 33 ദിവസം എടുക്കുന്നത്. 25ഉം 26ഉം 27 ദിവസത്തിനുള്ളിൽ യൂറോപ്പിൽ എത്തിക്കുന്ന തരത്തിലാണ് ഇവിടെ നിന്ന് പോകുന്ന സീനസിലോട്ട് പോകുന്ന കപ്പലായാലും അതുപോലെ മറ്റു പോർട്ടുകളിലോട്ട് പോകുന്ന കപ്പലുകളായാലും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഷാ ചോദിച്ച ദിവസം തന്നെ അങ്ങനെ TRVയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രാക്കിംഗ് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ കോയിൻസിഡൻസ് ഉള്ളതാണ്. വന്നുപോയ കപ്പലുകൾ കൂടി നോക്കാം. സൈനിങ് ഓഫ്, എലിയസ്.